ഭർത്താക്കന്മാരൊക്കെ ഒരു സെറ്റാ. ഭാര്യമാരെ പറ്റിക്കാൻ ഒരു അവസരം നോക്കി നടക്കുക, നീ ഉൾപ്പെടെ. ഇന്നലെ മുകുന്ദേട്ടൻ വീട്ടിലെത്തിയപ്പോ മണി 6:15, 15 മിനിറ്റ് ലേറ്റ്. എന്താ താമസിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോ പതിവ് ഉത്തരം ട്രാഫിക് ജാം. ഈ ട്രാഫിക് ജാം പോലും ഭർത്താക്കന്മാർക്ക് കള്ളം പറയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാ. എനിക്കറിയാം, മുകുന്ദേട്ടൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ വാചകം അടിച്ച് നിന്നാണ്, അതാ താമസിച്ച്. എന്നെ പരീക്ഷിച്ച് ഇതുവരെ മതിയായില്ലേ എന്റെ കുഞ്ഞീഷ്ണ. ശ്രദ്ധിച്ചോ, ശബ്ദത്തിലുള്ള കരകരപ്പ് ശ്രദ്ധിച്ചോ. ഭാര്യമാരിൽ താല്പര്യം കുറയുന്നതിന്റെ ആദ്യ ലക്ഷണം ടോണിലുള്ള ഈ മാറ്റോ. നീയും ഇങ്ങനെ ആയിരുന്നോ? എടി രുക്മിണി, എടി സത്യഭാമ എന്നൊക്കെ തട്ടിക്കറുമ്പോലെയാണോ ഭാര്യമാരെ വിളിച്ചിരുന്നത്? ആയിരിക്കും, പുരുഷനല്ലേ. കേട്ടോ, ആദ്യത്തിനൊക്കെ കട്ടി കൂടി നിനക്ക് വെച്ചിട്ടുണ്ട്. എന്താ ഇതെന്താ ഒരു മാതിരി നരച്ച നിറമുള്ള ഒരു ഷർട്ട്? എന്റെ ചുവന്ന ഷർട്ട് ഇവിടെ. ഞാനതെടുത്ത് മാറ്റി വെച്ചു. എന്തിന്? ലൈറ്റ് കളേഴ്സ് ഇട്ടാ മതി. കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും. എന്റെ ഈശ്വര, ഈ വർത്താനം കേട്ട് കേട്ട് ഞാൻ മടുത്തല്ലോ. ഞാനിന്ന് തുണി ഉടുക്കാതെ പോവാൻ പോവാ. അപ്പൊ കൂടുതൽ രസമായിരിക്കുമല്ലോ. എന്റെ ഗുരുവായൂരപ്പ, കാണാം പെണ്ണുങ്ങളുണ്ടെന്നറിഞ്ഞാ എന്തും ചെയ്യും ചില ആണുങ്ങൾ. ചട്ടി വെച്ച് തന്നിട്ടുണ്ടല്ലോ. അയ്യോ കൃഷ്ണേന്ദു, എന്റെ കൃഷ്ണേന്ദു, നീ ടെൻഷൻ അടിക്കാതെ. എന്നെ പോലെ കാണാൻ കൊള്ളാവുന്നവരെയൊന്നും പെൺകുട്ടികൾക്ക് ഇപ്പൊ യാതൊരു മൈൻഡും ഇല്ല. അവരുടെ രീതികളൊക്കെ അങ്ങ് മാറിപ്പോയില്ലേ? നമ്മുടെ മാഗസിന്റെ അടുത്ത ലക്കത്തിലെ കവർ സ്റ്റോറി തന്നെ അതാ. സ്ത്രീകളുടെ മാറി വരുന്ന പുരുഷ സൗന്ദര്യ സങ്കല്പം. ജീവിതത്തിൽ കുളിക്കാത്ത, നനയ്ക്കാത്ത, കണ്ടാ തന്നെ ഒരു അലന്ന ലുക്കുള്ള കീറിയ ജീൻസ് ഒക്കെ ഇട്ടാ നടക്കുന്ന ചെക്കന്മാരെയാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം. അപ്പൊ അതാണ് കാര്യം. എന്ത്? ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നിട്ട് കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ ഇരുന്നത് ആ അലന്ന ലുക്ക് കിട്ടാൻ വേണ്ടിട്ടായിരുന്നല്ലേ? എന്റെ കുഞ്ഞീഷ്ണ, എന്നെ ഇതേ രൂപത്തില് ഇങ്ങനെ മേപ്പോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ശല്യം. ബൈ ബൈ. ഫയല് കൊണ്ടുപോയിട്ടില്ല. ആ സമയം എന്തേലും ചിന്ത മനസ്സിൽ കയറി കാണും. കുട്ടി, എന്താ ചേച്ചി? കുട്ടി ഇതിനു മുമ്പ് വേറെ ഒരുപാട് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നേ. അല്ല, കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നേ? അയ്യോ, എന്താ? സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാ. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയല്ലോ, അതൊരു ഐശ്വര്യ. അപ്പോ ചേച്ചിക്ക് വേണ്ടേ ഈ ഐശ്വര്യം? അതെ. എന്താ ചേച്ചി? കുട്ടിക്കറിയോ, വടക്കേന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാര്യം മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ നിന്ന ബിന്ദു പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാം അറിയാം. കഷ്ടം. സാറിന് വേണ്ട പച്ചക്കറികൾ ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ വാങ്ങിക്കണോന്ന് പറഞ്ഞ് മാർക്കറ്റിൽ പോയിരിക്കുക. ഞാൻ പോവാന്ന് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. എന്താ സാർ? അല്ല, ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നുപോയി. ഈ ചുവന്ന ഫയല് എടുക്കാൻ വേണ്ടി വന്നതാ. സത്യം പറഞ്ഞ ഞാൻ ഫയല് മനഃപൂർവ്വം വെച്ച് മറന്നതാ. തിരികെ വരുമ്പോ കൃഷ്ണേന്ദു അങ്ങനെ ഉണ്ടെങ്കിൽ പറയാനൊരു എക്സ്ക്യൂസ്. ഞാൻ വന്നത് തന്നെ കാണാൻ വേണ്ടിട്ടാ. ഞാൻ തുറന്നു പറയാം, എനിക്ക് എന്റെ ഭാര്യയോട് തീരെ താല്പര്യമില്ല. എന്റെ മുറപ്പെണ്ണൊക്കെ തന്നെയാ കാര്യം. പക്ഷേ ആളൊരു 6 പഴഞ്ചനാ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ.
കുട്ടി ഏതുവരെ പഠിച്ചു നാല് തോറ്റു. അതിക്കുള്ളൊക്കെ എന്തിനാ പഠിക്കുന്നല്ലേ? തന്നെ എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടായി. ശ്ശോ, പോടാ അവിടുന്ന്. അയ്യോ സർ, ചേച്ചി. ചേച്ചി പോവാൻ പറ. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിയുമ്പോ ലോകത്തിലുള്ള സകല പെണ്ണുങ്ങളും സ്വന്തം ഭാര്യയേക്കാൾ സുന്ദരിയാണെന്ന് ഏതൊരു ഭർത്താവിനും തോന്നും. അല്ലാന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാര് പറയാം. അയ്യോ എന്താ? സോറി സർ. അപ്പൊ ഇത് സർ, എന്നെ വിടല്ലേ? ഈ മുഖത്തേട്ടന്റെ കാര്യം. ശ്ശോ. എന്താ ചേച്ചി? ചേച്ചി സ്വപ്നം വല്ലതും കണ്ടോ? ആ, ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും എന്റെ കുഞ്ഞേഷ്ണ? ഇവർക്ക് പെട്ടെന്ന് ഇതെന്തു പറ്റി? വട്ടായോ? ഹലോ. ആ മൂന്തേട്ടാ, ഞാനാ. മനസ്സിലായി. നീ പറയാൻ പോകുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. ഫയൽ എടുക്കാൻ മറന്ന് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. നീ മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. ഞാൻ ജോലിക്കാരിയെ കയറി പിടിച്ചു. നീ അത് കണ്ടോണ്ട് വന്നു, ബഹളം വെച്ചു, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, അവളെ പറഞ്ഞു വിടുകയും ചെയ്തു. ഇതല്ലേ പറയാൻ വന്നത്? ഇതൊക്കെ പതിവ് കാര്യങ്ങളല്ലേ. നീ ഫോൺ വെച്ചിട്ട് പോ. ഹലോ. അയ്യോ പണ്ടാറടങ്ങാൻ. ഇത് ചീഞ്ഞാന്ന് തോന്നുന്നു. ഈ മീൻ മേടിക്കുമ്പോ നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയാൻ എന്താ ഒരു മാർഗം? അയ്യോ, ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ മുമ്പിൽ കിടന്ന് വിളിക്കായിരുന്നു. ആര് കേൾക്കാൻ? അതെ, സുജയില്ലാത്തപ്പോ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. സുജ ഉള്ളപ്പോ വരുന്നതേ എനിക്കും ഇഷ്ടല്ല. ശരി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? പറയട്ടെ. കൊഞ്ചിയാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയടി. അതെ, ഈ ബ്ലൗസിന്റെ കക്ഷ ഒന്ന് അടിച്ചു തരാമോ? ഒന്ന് തയ്ച്ചു ചേട്ടാ. അതെ, ഞാൻ ഈ ഓസിനുള്ള തുന്നൽ പണി നിർത്തി. അല്ലാതെ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. നീ കക്ഷം തയ്ക്കാൻ വേറെ ആളെ നോക്ക്. ചേട്ടാ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടി. ശരി, കൊണ്ടുവാ. ആ, ഇതിലല്ല, അപ്പുറത്തെ കൂടെ വാ. പോ പോ പോ. ഇവളെന്റെ കുളി തെറ്റിക്കും. പൊന്നോ, ഇതിലും ഭേദാ മീനായിരുന്നു. നിനക്ക് വല്ലപ്പോഴും അലക്കി കൂടിയത്. ഓ പിന്നെ അലക്കാനിട്ട് ഇങ്ങനെ. അപ്പൊ അലക്കിയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ തുണിക്കൊന്നും അലയിൽ ഒരു ഈടും ഇല്ല ഏട്ടാ. ഒന്ന് വെയിലത്തിട്ടാ മതി. നിന്റെ കെട്ടിയോൻ ചന്ദ്രൻ വിളിക്കാറില്ലേ ദുബായിന്ന്? ഓ ഉവ്വ ഉവ്വ. അത് പറയുമ്പോ നിനക്ക് എന്താടി ഒരു ഉത്സാഹക്കുറവ്? അതെ, ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ ചേട്ടാ, ഫോണിലൂടെ. ഓ ഓ, ഓക്കെ. ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പോ. അതെ, എന്റെ ഒരു സാരിയുടെ മാച്ചിങ് ബ്ലൗസിന്റെ തുന്നൽ വിട്ടുപോയി. ദേ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവരട്ടെ. മുറിച്ച് കാട്ടിക്കളയും ഞാൻ. കൊണ്ടുപോടി വിടുന്നു. ആ, അമ്മ പറഞ്ഞു. നിന്റെ അമ്മയുടെ നായര് പൊടി വിടുന്നു. അയ്യോ അതല്ല. പിന്നെന്താ? ഇത്തവണത്തെ കുറി അമ്മ വിളിക്കൂന്ന് പറഞ്ഞു. ഓ, കുടുംബശ്രീയുടെ കുറിയല്ലേ. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഞാനില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ ശാരദയിടത്തോട് അത് എടുത്തോളാം പറ. ഇനി എന്താ വേണ്ടത്? രംബയുടെ കാല് കിടക്കുന്നത്. ഇതെല്ലാം നോക്കിയേ. കരീന കപൂറിന്റെ കണ്ണ്. കരീന കപൂറിന്റെ പച്ച തേക്കുന്നു. ഇതിനെന്താ കുഴപ്പം? സംഗതി പാൽപ്പായസമാണെങ്കിലും പട്ടി നക്കിയാ തീർന്നില്ലേ? പട്ടി നിന്റെ രംബയുടെ മറ്റേ കാലോടെ. മറ്റേ കാലല്ലേ ഇത്? കണ്ടറിഞ്ഞൂടെ? ഇതല്ലേ? ഇപ്പൊ ഓക്കെ ആയി. മുകുന്ദനുണ്ണി, ഒരു 1-2 പീസ് കൂടെ കാണാനുണ്ടല്ലോ.
മോനെ ഇതൊരു പീസ് ഇവിടെ അല്ല വിട്ടേക്ക്. ഐശ്വര്യ റായുടെ മൂക്ക് എന്താ മുറിഞ്ഞിരിക്കുന്നത്? രാത്രി മുഴുവൻ മുറിച്ച് എന്റെ വിരല് മുറിഞ്ഞതിന് നിനക്ക് കുഴപ്പമില്ല. ഐശ്വര്യ റായുടെ മൂക്ക്. പോടാർന്ന് നീ പോടാ. അപ്പോഴേ ദമയന്തി റെഡി. വെറുതെ വായി തോന്നിയ പേരാണെങ്കിലും ഇത് പറഞ്ഞപ്പോഴല്ലടാ അവന്മാര് വീണത്. ഇല്ലാത്ത ദമേന്ദ്ര കാര്യേന്ദ്ര നീ അവരോട് പറയാൻ പോയത്? ഇല്ലെങ്കിൽ കാണായിരുന്നു രൂപ 1.5 ലക്ഷം ചോള ചോള പോലെ എണ്ണി കൊടുക്കാനുള്ളത്. ദമയന്തിക്കോ? അല്ല താ വരുന്നവർക്ക്. ഓടിക്കോ. എന്തിനാ ഓടുന്നത്? ഓടിക്കോ. രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ? അയ്യോ ഞാൻ രക്ഷപ്പെടാൻ നോക്കിയതല്ല മുതലാളി. അപ്പൊ ഞങ്ങൾ കണ്ടപ്പോ ഓടിയതാ? അയ്യോ ഞാൻ ഓടിയതല്ല. അപ്പൊ ഞങ്ങൾ കണ്ടതോ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ. ഇനി എന്തിനു നീ സത്യം ഒന്ന് പറയുവോ? പറയും. അന്നാ പറ. മൂത്ത സഹോദരൻ ഒഴിച്ച് മറ്റു രണ്ടുപേരോട് നിന്ന് മാറിയുന്നേ. നിങ്ങൾ പോയേ. എന്താ പറയുന്നത് കേട്ട് ഞെട്ടരുത്. ദമയന്തി ഇന്നലെ ഫോട്ടോ അയച്ചു തന്നിരുന്നു. ഈ തെണ്ടി സുബ്രഹ്മണ്യ തട്ടിപ്പുറച്ചുള്ള ഓടിയപ്പോ പുറകെ ചെന്ന് മേടിക്കാൻ പോയപ്പോ കന്നം പിന്നെ കീറിക്കളഞ്ഞു മുതലാളി. ദമയന്തിയുടെ മുഖം കീറിക്കളയാൻ മാത്രം വളർന്നോടാ നീ? അതെന്താ അമ്മൂമ്മ? അമ്മ മരിച്ചു പോയി. നിന്ന് മോങ്ങാതെ കേറി പോടാകത്തേക്ക്. തൽക്കാലം മുതലാളി മൂക്ക് വെച്ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മൂക്ക് മാത്രമേ ഉള്ളൂ. അല്ല ബാക്കി എല്ലാം കൊണ്ട് ദമയന്തി ഇങ്ങോട്ടല്ലേ വരാൻ പോണത്. അപ്പൊ പിന്നെ മൂക്കുണ്ടാവില്ലേ? മൂക്കും മൂത്തോളും 2 ദിവസം കൊണ്ട് നല്ലോണം മൂത്തോളും. എന്തായിട്ടാവും പറയുന്നത്? ഒന്നുമില്ല. ഈ കരിമ്പിന് ഇടവളമായിട്ട് ആട്ടുംകാട്ടമാണോ പൊട്ടാഷാണോ നല്ലതെന്ന് മുതലാളി ചോദിക്കായിരുന്നു. ഇന്നലെ ദമയന്തി വിളിച്ചിരുന്നു. മുതലാളിയെ കുറിച്ച് പറഞ്ഞപ്പോ അവൾക്ക് 100 നാവാ. അവൾ എന്താ പറഞ്ഞേ? മുകുന്ദനുണ്ണി എന്റെ കൊച്ചു മുതലാളിക്ക് സുഖമാണോ എന്ന്. എനിക്ക് ആകെ കുളിര് ഉള്ള കുളിര് മുഴുവൻ ഇപ്പൊ തന്നെ കോരി കളയല്ലേ. ദമയന്തി വരുമ്പോ കോരാൻ കുറച്ച് ബാക്കി വെച്ചേക്കണം. എന്താ? ഏയ് ആശാന്റെ വിത്ത് കളയാണോ മൃഗാശുപത്രിയിലെ കുത്തിവെപ്പാണോ നല്ലതെന്ന് ചോദിക്കായിരുന്നേ. നന്ദിനിക്ക് അടക്കം തുടങ്ങിയിട്ടുണ്ടേ. എന്താ മുതലാളിയുടെ അഭിപ്രായം? ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാ മുതലാളി. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മുതലാളിയോട് ദമയന്തിക്ക് ഇത്രമാത്രം ആരാധന തോന്നാൻ. അങ്ങനെ മുതലാളിയുടെ കയ്യിൽ എന്താ ഉള്ള മുതലാളി? പ്രഷറാ. വല്ലാതെ പ്രഷർ ഉള്ളതാ. നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. മുതലാളി ദമയന്തി വരുന്നു മുതലാളിയുടെ ഒപ്പം ജീവിക്കാൻ. എപ്പ വേണമെങ്കിൽ വരും. പക്ഷെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരണമെന്ന് മാത്രം. വണ്ടി കൂലിക്ക് പോലും നയാ പൈസ കയ്യിലില്ലാത്ത ഞാൻ എങ്ങനെ കൂട്ടി കൊടുക്കും മുതലാളി? അതാണ് കാര്യം. നീ എന്നെ കുറിച്ച് എന്നാണ് വിചാരിച്ചേ? എന്റെ ചേട്ടന്മാരെ പോലാണ് ഞാനെന്ന് കരുതിയോ? ഒരു പവനുണ്ട്. ഇത് വിറ്റിട്ടാണെങ്കിൽ നീ അവളെ കൂട്ടിക്കൊണ്ടുപോവാ. പിന്നെ നമുക്ക് ഒരു കുറവും വരരുത്. ചേട്ടന്മാരറിയരുത്. എന്നെ കൊന്നാലും പറയില്ല. കൊന്നാലല്ലെങ്കിൽ നീ അറിയില്ല. ഇനി അവരറിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും. എന്താ? പൊക്കോടാ പൊക്കോ. കയ്യും തല മീശയും പുറത്തിടാതെ പൊക്കോ. പുലി പോലെ വന്നത് എലി പോലെ പോയത് കണ്ടോടാ. ഒറ്റയടിക്ക് ഒരു പവന്റെ മോതിരം പുല്ല് പോലെ 25,000 രൂപ കിട്ടും. 25,000 രൂപയോ? മുകുന്ദനുണ്ണി, നിന്റെ കഷ്ടപ്പാടുകൾ എനിക്കറിയാം. പണം കണ്ടപ്പോ ഒരാവശ്യം പറയാന്ന് വിചാരിക്കരുത്. എന്താടാ? മുത്തശ്ശിക്ക് തീരെ വയ്യ. കണ്ണിന് വലിയൊരു കമാൻഡോ ഓപ്പറേഷൻ വേണമെന്നാ മേജർ രവി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ മോതിരം നീ എനിക്ക് തരണം. തന്നില്ലെങ്കിൽ കട്ടെടുക്കാൻ എനിക്കറിയാടാ. എന്താ? അതെ നിന്റെ അനിയത്തിക്ക് കോളേജിലെ ഫീസ് കിട്ടാൻ പൈസ വേണമെന്ന് പറഞ്ഞില്ലേ? പിടിച്ചോ. അല്ലപ്പം നിന്റെ കാര്യമൊക്കെ? എടാ നെറ്റിക്കടന്മാരെ പോലെയുള്ള ആളുകൾ ഈ ഗ്രാമത്തിലുള്ളപ്പോ നമ്മളൊക്കെ പുല്ല് പോലെ ജീവിക്കില്ലടാ. அம்மா கல்யாணத்துக்கு போடுறதுக்குன்னு சொல்றீங்க. இனிமே இது லூஸ் பண்ணி ஆல்டர் பண்ணி இதெல்லாம் பண்றத வரைக்கும் புதுசா ஒன்று தைக்க வேண்டியதானே? நீங்க சொல்றது சரிதான். ஆனா என்னோட ஹஸ்பண்டுக்கு பிசினஸ் லாஸ் ஆகி வேலை தேடி பாம்பே போயிருக்காரு. பணத்துக்கு ரொம்ப டைட். பணத்துக்கு டைட் வரும்போது பிளவுஸ் லூஸா தாகணும். அல்லாம டைட்டா ஆகக்கூடாது. சரி சரி அப்புறமா சரி பண்ணி வைக்கிறேன். போயிட்டு வாங்க. அப்போ அளவு எடுக்க வேண்டாமா? നിന്റെ അളവൊക്കെ എനിക്ക് അറിയാം. ചെല്ല് അല്ലല്ലേ ഉന്നോட அளவெல்லாம் எனக்கு கரெக்டா தெரியும் சொல்றேன். போயிட்டு அப்புறமா வாங்க. அப்போ நாளைக்கு வரட்டா? நாளைக்கு வாங்க. சரி வரேன். டாடி மம்மி வீட்டுல தடபோட யாரும் இல்ல. அண்ணே இந்த சுமித்ரா புருஷன் செக் கேஸ்ல மாட்டிட்டு ஜெயில இருக்காரு. ஆமா 6-7 லட்சம் இல்லாம வெளியே இறங்க முடியாது. அப்படியா? ஆமா. இதுதான் அந்த ஆளு பாம்பேல இருக்கான்னு சொன்ன கதை. பாம்பேல? பாவி நாசபாபு. என்னாச்சுடா? அங்க ஏதோ பிரச்சனை இருக்கு. போய் பார்க்கலாம் வாங்க. Move! Who the hell do you think you are? Are you blind? Can't you see a car on the road? Don't ever think that you can blame me for this. You are a mad girl. Who let you out of your house? I am asking you, who let you out of your house? Answer to my question.
I know what to do. I know what to do. Move. Hey man, Eh? this is India. Pedestrians get the first priority on streets. Give respect and take respect. This is Chennai machi. அது வந்து தம்பி தப்பென் மேலே அல்லே நான் மெதுவா தான் கார் ஓட்டு வந்தேன். ஐயோ சத்தியமா நான் சொல்றது பொய்யல்லே. அண்ணே அண்ணே கொஞ்சம் சும்மா இருங்க சும்மா இருங்க அண்ணா சும்மா இருங்க பேசிட்டு 2000 ரூபாய் துட்ட கொடுத்து செட்டில் பண்ணுவா. எதுக்கு இவங்க மேலே கார் மோதலே? அப்ப 50% டிஸ்கவுண்ட் பண்ணிட்டு ஒரு 1000 ரூபாயாச்சும் கொடுங்க. 1000 ரூபாயா? എന്റെ കർത്താവേ. See, I am a doctor. ஹாஸ்பிடல் போல. ஏய் நீங்க மலையாளியா? ஆமா ஆமா. நீங்க? ஆமா ஆமா ஆமா. ஹாஸ்பிடல்ல வேணாம். அங்க ஊசி போடுவாங்க. நீங்க காசு கொடுங்க. நான் மருந்து வாங்கி சாப்பிட்டுக்கறேன். இந்த காலை வச்சிட்டு நான் எப்படி நடப்பேன்? எப்படி? அம்மா சொல்றேன் நீ பேசாம இருங்க சொல்றேன். கேட்டு சொல்றேன்னு சொன்னேன்ல. ഒരു 500 രൂപ കൊടുത്തേക്ക് ഡോക്ടറെ. അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുള്ള ഒരു നാടകമല്ലേ ഡോക്ടർ ഇതൊക്കെ. ഇനി ആള് കൂടി കഴിഞ്ഞാൽ റേറ്റ് കൂടും കൊടുക്ക. 500 രൂപയുണ്ട്. என்னது 500 ரூபாய்? என்னம்மா அது ஆசையா கொடுக்கறங்களே வாங்கிக்க வேண்டியதுனே. வாங்க. என்னங்க கூட்ட சேர்ந்துங்க போங்க. அம்மா நீங்க மட்டும் நடிகர் ஆயிருந்தா பெஸ்ட் ஆக்ட்ரஸ் அவார்டு கிடைச்சிருக்கும். அதுதான் போங்க எல்லாரும் போங்க. பாத்துட்டு இருக்காது போங்க. போங்க எல்லாம் தள்ளுங்க. ஏதாவது ஒண்ணா கூட்ட சேர்ந்துறீங்களே. வேலையே கிடையாது உங்களுக்குலாம். சார் நீங்க டாக்டரா? ஆமா சார் தலை இந்த மாதிரி சுத்தும் போது இந்த பக்கம் நொக்கு சத்தம் கேக்குது சார். இந்த பக்கமா? ஆமா சார். அப்ப திரும்பு. எப்படி இருக்கு? நல்லா இருக்கு சார். ഇവിടെ എല്ലാവർക്കും ഒരു അടിയുടെ കുറവുണ്ട്. മതി, തൃപ്തിയായി. ഇനി ഈ അമ്മാവന് സന്തോഷത്തോടെ കണ്ണടയ്ക്കാലോ. എന്റെ കൃഷ്ണ, ചെറുക്കന്റെ കൂട്ടര് വന്നെന്നും ഇവളെ കണ്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും ഒക്കെ അറിഞ്ഞപ്പോ ഉടപ്പറന്നോളെ എന്റെ നെഞ്ചത്ത് പടപടാന്നൊരു മുഴക്കം. ഒരൊറ്റ അടിവെച്ചേരും കുസൃതിക്കാരി സന്തോഷ പെരുമ്പറയുടെ ഒരു മുഴക്കമായിരുന്നു. ഓടി കൃഷ്ണന്റെ അമ്പലത്തിലേക്ക് അർച്ചനയെ കഴിപ്പിച്ചു. അവിടെ അർച്ചനയ്ക്ക് 10 രൂപയാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 3 ആന നിന്ന തറവാടായത്. അതിനൊത്തതായിരിക്കണം കല്യാണം. അതെന്താ കല്യാണത്തിന് കൊമ്പും തുമ്പിക്കൈയൊക്കെ വേണോ? ഇവളുടെ ഓരോ തമാശകള്. പെങ്ങളെ 100 പവനെങ്കിലും വേണം ആഭരണം. 3000 പേരെ ക്ഷണിക്കണം. പ്രഥമൻ 5 കൂട്ടം വേണം. ഇതിനൊക്കെ കൂടി കാശ് എത്രയാകുമെന്നാ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കൈ തുട്ടുണ്ടോ? കാശിന് പകരം കല്യാണച്ചെക്കിന് വെണ്ടയ്ക്കയും കത്തിരിക്കയും ഒക്കെ കൊടുത്താൽ മതിയോ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ ഈ വീടും പറമ്പും എന്റെ പേർക്ക് എഴുതി തന്നേക്ക്. സെന്റിന് 10,000 രൂപ വെച്ച് ഞാൻ അങ്ങ് തന്നേക്കാം. എന്താ? വില അല്പം കൂടുതലാണെങ്കിലും ഉടപ്പറന്നോക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന സമാധാനം എനിക്കും. വീടും വസ്തുവും അന്യന്റെ കൈവശം പെട്ടു പോയില്ലല്ലോ എന്ന് നിങ്ങൾക്കും സമാധാനിക്കാം. വേണ്ട, അതിന്റെ ഒരാവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു. കല്യാണിയെ പെണ്ണ് കാണാൻ ചെറുക്കനും കൂട്ടരും വന്നിരുന്നു. അവർക്ക് പരസ്പരം വലിയ ഇഷ്ടമായി. എന്നെ മൊബൈലിൽ കിട്ടിയില്ല. പക്ഷെ ഗോപിയേട്ടൻ പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. നേരെ ചെറുക്കനെ കാണാൻ ചെന്നു. ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ചെറുക്കനെ കുറിച്ച് നല്ല മതിപ്പാ. നല്ല കുടുംബക്കാര്. പിന്നെ ഒന്നും അവിടെ ആലോചിച്ചില്ല. നേരെ ജോത്സ്യനെ കാണാൻ പോയി. കല്യാണത്തിനുള്ള ദിവസം അങ്ങോട്ട് കുറിപ്പിച്ചു. ചിങ്ങത്തിലെ വിവാഹം ഈ വരുന്ന 15-ാം തീയതി. നല്ല മുഹൂർത്ത ജാതകം കൈമാറുക. 10:30ക്കും 11:30ക്കും ഇടയ്ക്ക്. പറ്റിയാൽ അമ്മാവൻ വന്ന് അനുഗ്രഹിക്കണം. വരില്ലേ? നീയാണ് കേശവൻ നായരുടെ അനന്തരവൻ. എന്റെ ഈ പെങ്ങളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണോ താല്പര്യം കാണിച്ചത്, അതേ താല്പര്യം നീ നിന്റെ പെങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്നു. അപ്പൊ ജയ, നമുക്ക് ഈ കല്യാണം കെങ്കേമമാക്കണം. അത് പിന്നെ പറയാനുണ്ടോ? കേശവൻ നായരുടെ അനന്തരവളുടെ കല്യാണമല്ലേ, കുറയ്ക്കാൻ പറ്റുമോ? ഒരു 3000 പേർക്കെങ്കിലും സത്യം. 4 ആന, താലപ്പൊലി, ഭരതനാട്യം, കുച്ചിപ്പിടി. പക്ഷേ ഇതിനൊക്കെ കൂടി നല്ല തുകയാവുമല്ലോ. എന്റെ എവിടുന്ന കാശ്? അമ്മാവൻ സെന്റിന് ഒരു 10,000 രൂപ വെച്ച് വീടും സ്ഥലം എടുത്തോളാന്നല്ലേ പറഞ്ഞത്? എടുത്തോ. അമ്മാവന് പറ്റിയ അനന്തരവൻ തന്നെ. എന്താ അമ്മാവത്? അഡ്വാൻസ് 50,000 രൂപ. അഡ്വാൻസ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യം മുദ്രപത്രഞ്ഞു തന്നെ. മെടുക്കൻ. മോനെ, അമ്മ വിഷമിക്കാതെ, ഒരു ആവശ്യം വന്നുകൊണ്ടല്ലേ. വേറെ വഴിയില്ലല്ലോ. അമ്മ അവനതൊന്ന് വായിച്ചു നോക്കിയേ.
ഇതും പറഞ്ഞ് ഈ വീട്ടിൽ കാല് കുത്തിയാൽ ബാക്കിയും കൂടി അമ്മാവനാണെന്ന് ഞാൻ നോക്കിയില്ല, കാല് ഞാൻ വെട്ടിക്കളയും. അയ്യോ, സത്യമാണോ? സത്യമാണ്. എന്താ പകളെ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുക. അല്ല, ഒരു 10,500. ഓ, എന്റെ കൊട ഉള്ളത് മുഴുവൻ കൊണ്ടുപോയി അയക്കിനി വീണ്ടും കൂടി കൊണ്ടുപോയി. അയ്യോ, അതൊക്കെ പോട്ടെ, ആളെ ഞാൻ കണ്ടു. അപ്പൊ പോവല്ലേ? പിന്നല്ലാതെ. സെന്റിനൊരു 10,000. ഒന്ന് ആലോചിച്ചിട്ട് ആ, ഞാൻ കല്ലിഞ്ഞെടുക്ക. അയ്യോ, ഇങ്ങോട്ടിറങ്ങടാ, നിന്നോടാ പറഞ്ഞ ഇങ്ങോട്ടിറങ്ങാൻ. മേത്തോട്ട് എടാ, ഇവൻ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയല്ലേ, പിന്നെന്താ പോലീസ്? എന്തു പറയാ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്തു പറയാനാണ്, ഒരു പൈന്റ് അടിച്ചിട്ടാ കയറിയത്. പൊട്ടിക്കാത്തൊരു കുപ്പി ഇതിനകത്തുണ്ടായിരുന്നു. അടിച്ചതിന്റെ ലെവൽ ഇറങ്ങിയപ്പോ ഇതിന്നൊരു ലേശം കഴിക്കാന്ന് വെച്ചപ്പോ ഈ സാറ് കയറി പിടിച്ചു എന്നെ. 12 വർഷം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങുന്നവന് ഈ ഒരു പ്രിവിലേജ് പോലും ഇല്ലടാ. പ്രിവിലേജ് ഒക്കെ ഞാൻ ശരിയാക്കി തരാം. എന്റെ അളിയന 12 വർഷം ജയിലിൽ കിടന്നിട്ടൊരു ആക്രാന്തം. എന്തൊരു അക്രമടാ നീ കാണിച്ചത്. ഒരു പെക്കിന് 1000 റുപ്യോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വല്ല റോയൽ സല്യൂട്ട് മേടിച്ച് കുടിച്ചാലോടാ. എന്ത് ചെയ്യാനാ സാറേ, ചോദിച്ചപ്പോ മെക്കിട്ട് എറിയതുകൊണ്ടാ. താൻ പാടും. ഇത് ആരുടെ വീടാണ്? നീ പറ. എന്നാൽ ഉറപ്പ് ഈ മാപ്പിളയുടെ ആയിരിക്കും. നോ ഡിയർ, വന്ന് കാണ്. നടക്ക് മോനെ. എങ്ങനെയുണ്ടാ? സംഗതി കൊള്ളാം. ഡാടാ, സത്യം പറയടാ, നിന്റെയൊക്കെ പെമ്പിള്ളമാരറിയാതെ കുത്തിമറിയാൻ വേണ്ടി എടുത്തിട്ട് വീടല്ലേ ഇത്? അതൊന്നും അല്ല അളിയാ, ഇത് നിന്റെ വീടാ, നിന്റെ സ്വന്തം വീട്. നിനക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാ. പശ്ചാത്താപമോ പ്രായച്ചിത്തമോ ഒന്നുമല്ല. അങ്ങനെ നീ എടുക്കണ്ട, ഞങ്ങളുടെ ഒരു സന്തോഷം. എന്നാടാ പോയി നീ പെട്ടെന്ന് അടുത്ത്? എടാ റക്സേ, ആ ഗ്ലാസ് വെള്ളം എടുത്തേ. ഇവന്റെ കാർബേറ്ററിൽ വെള്ളം ഒഴിക്കട്ടെ. എടാ, ഇറങ്ങിയിട്ട് ഈ 5-6 മാസം നീ എവിടെ ആയിരുന്നു? ഞാൻ ഇവന്മാരോട് പറഞ്ഞു, നീ ഏതെങ്കിലും ചിന്ന വീട് സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് കൂടി കാണുമെന്ന്. എടാ, നിന്നെ ആഘോഷമായിട്ട് സ്വീകരിക്കാൻ അടിച്ച് വെളിവില്ലാതെ സെൻട്രൽ ജയിലിന്റെ മുമ്പിൽ വന്നത് ഞങ്ങള്. അപ്പൊ നീ രാവിലെ ഇറങ്ങി മുങ്ങി. പിന്നെ നിന്നെ തിരഞ്ഞ് അവിടുത്തെ സകലമാന ബാറിലും കേറി ഇറങ്ങി ഞങ്ങളുടെ ബോധം പോയി. സത്യം. ഒരു ഫോട്ടോയും വെച്ച് പത്രത്തിൽ കൊടുത്താലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ നിന്റെ ഈ വരവ്. ഇങ്ങോട്ടേക്ക് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചതല്ല. ഇങ്ങോട്ടേക്ക് അല്ലാതെ പിന്നെ ഏത് കോത്താഴത്തിലേക്ക് പോകാനാടാ നീ? അപ്പൊ ഒന്ന് മുട്ടിച്ചേ. അപ്പൊ കർത്താവേ, മിന്നിച്ചേക്കണേ. നമ്മൾ ഇനി ഇവനെ എങ്ങോട്ടും വിടുന്നില്ല. നമ്മൾ തീരുമാനിക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന്. എന്റെ മുത്തേ, പറയടാ, നിനക്ക് എന്താ വേണ്ടത്? നമുക്ക് കാര്യം ചെയ്താലോ, ഒരു ബാർ തുടങ്ങാം. അതാകുമ്പോ വെള്ളം അടിച്ച ബില്ല് കൊടുക്കണ്ടറിയാ. ഏയ്, അതൊന്നും ശരിയാവില്ല. പിന്നെ എന്താ നിനക്ക് വേണ്ടത്? നീ എന്ത് വേണേ പറഞ്ഞോ, ഞങ്ങളുടെ കൂടെ. അതെ. പറയട്ടെ? ചുമ്മാ പറയുന്നേ. പറയും. ഓക്കേ, നമ്മൾ 4 പേരും കൂടി ഒരുമിച്ച് വീണ്ടും പഠിക്കാൻ പോകുന്നു PGക്ക് അതേ കോളേജില്. പടച്ചോനെ, 12 വർഷം കള്ളടിക്കായിരുന്ന ഇങ്ങനെ കപ്പാസിറ്റി പോവോ? നിന്റെ ഇനിയുള്ള ജീവിതം പ്ലാൻ ചെയ്യാനാ പറഞ്ഞത്, അല്ലാതെ കള്ളും പുറത്ത് തമാശയല്ല. തമാശയല്ല. ഞാൻ
കാര്യം സീരിയസ് ആയിട്ട് തന്നെ പറയാ. സതിച്ചേച്ചി എന്റെ മൂത്ത പെങ്ങളാ. അച്ഛൻ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഈ ചേച്ചിയായിരുന്നു. വെറും 50 പവനും പിന്നെ വെള്ളം കിട്ടാത്ത 1.5 ഏക്കർ പാറി. അതാണ് ശ്രീധരാന്നും പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് തന്നത്. എന്നിട്ടിപ്പോ സേതുവേട്ടന് ബിസിനസ് തുടങ്ങാൻ ഒരു 5 ലക്ഷം ചോദിച്ചപ്പോ ഞാൻ മോശക്കാരിയായി. രാഷ്ട്രീയം കളിച്ചേ അച്ഛൻ സമ്പാദിച്ചത് മുഴുവൻ നീ ഒറ്റക്കങ്ങോട്ട് വിഴുങ്ങിയല്ലോ. അതീന്നുള്ള ഓഹരിയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വിചാരിച്ചാ മതി. വെള്ളം 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 കൂടി വെള്ളം കൂടി. കാശ് എനിക്ക് കിട്ടിയേ പറ്റൂ. തന്നില്ലെങ്കിൽ ആങ്ങളെ അമ്മ ഇവിടെ സമാധാനത്തോടെ കഴിയെന്ന് വിചാരിക്കണ്ട. പിന്നെ സതിച്ചേച്ചി എന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. സേതുവളിയൻ സതിച്ചേച്ചിയുടെ ഭർത്താവ്. അളിയൻ പക്ഷെ പാവമായിരുന്നു. മനുഷ്യപ്പറ്റ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് ബാക്കിയുണ്ടായിരുന്നു. 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഇതേപോലെ ഓരോന്നോരോന്നായി ഞാൻ എറിഞ്ഞ് പൊട്ടിക്കും. എന്നിട്ട് ഈ വീടിന് തീയിടും. മനുഷ്യപ്പറ്റ് പ്രകടിപ്പിക്കാൻ ഇതിലും നല്ല മാർഗം അളിയൻ അറിയില്ലായിരുന്നു. എന്റെ കാര്യത്തിൽ എന്താ ഏട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? അനിയത്തി ഗീത. ഏട്ടൻ എന്ന നിലയിൽ ഞാനായിരുന്നു അവളുടെ ആദർശ പുരുഷൻ. എന്ത്? എനിക്ക് വയസ്സ് 24 കഴിഞ്ഞു. അതെന്റെ കുറ്റമല്ലല്ലോ മോളെ. എന്റെ കൂടെ പഠിച്ചവരെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ കുട്ടികളെ ആലോചനകൾ വരാത്തതുകൊണ്ടല്ലോ ഗീതേ, നീ സമ്മതിക്കാത്തോണ്ടല്ലേ. എങ്ങനെ സമ്മതിക്കും? ചേച്ചിക്ക് 50 പവനും 1.5 ഏക്കറും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 75 പവൻ തീർത്ത് കിട്ടണം. അത് തരാനല്ല ഏട്ടന്റെ ഭാവമെങ്കിൽ മരിച്ചുപോയ അച്ഛനാണ് സത്യം. ഞാൻ ഒളിച്ചോടി പോവും. ആരുടെ കൂടെ? എത്രയോ പേരെന്റെ പുറകിന് നടക്കുന്നു. അതിലേതെങ്കിലും ഒരു കോന്തന്റെ കൂടെ. പക്ഷേ പിന്നീട് ഏട്ടനാണെന്നും പറഞ്ഞ് ഈ നാട്ടിൽ കൂടെ തല ഉയർത്തി നടക്കാമെന്ന് സ്വാമി വിവേകാനന്ദൻ വിചാരിക്കണ്ട. വിവേകേട്ടാ, എന്നെ മനസ്സിലായോ? നീയാ കോൺട്രാക്ടർ കൃഷ്ണന്റെ മോനല്ലേ? അതെ, കുറച്ചു ദിവസമായിട്ട് ഞാൻ വിവേകേട്ടനെ ഒന്ന് കാണുമെന്ന് വിചാരിച്ച് നടക്കായിരുന്നു. കണ്ടോളൂ. കണ്ടു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. വിവേകേട്ടൻ്റെ അനിയത്തി ഗീതയും ഞാനും തമ്മിൽ ഇഷ്ടത്തില്ല. 7 കൊല്ലായി ഞങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട്. ഒരൊറ്റ പൈസ ശ്രീധരനില്ലാതെ ഗീത കെട്ടാൻ ഞാൻ റെഡിയാ. പക്ഷെ അവള് തയ്യാറല്ല. 75 പവൻ, അതിലൊരു ഗ്രാം കുറയാൻ സമ്മതിക്കില്ല. വിവേകേട്ടൻ ഈ തല കണ്ടോ? മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഗീത ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. 75 പവൻ ഉണ്ടാക്കാൻ ഏറ്റെടുക്കുന്ന ഓരോ ദിവസം കഴിയും തോറും അവശേഷിക്കുന്നതും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒടുക്കം പണ്ട ശരിയാവുമ്പോ ഗീതയെങ്ങാനും എന്നെ കെട്ടാൻ റെഡിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പോട്ടെ ഏട്ടാ. ഓ, എടുത്ത് വട്ടം വെക്കടാ. ഓ, എന്താ ചന്ദ്രേട്ടാ? ഓടി ഇങ്ങോട്ട്. രഹന, നീ പോയിക്കോ. ചന്ദ്രേട്ടൻ എന്നെ കൊണ്ടുപോവാ. ഇറങ്ങടി ഇങ്ങോട്ട്. എന്റെ വീടാണല്ലോ. അയ്യേ, ഇവിടേക്കാണോ കൊണ്ടുവന്നേ? അല്ലാതെ പിന്നെ താൻ എന്റെ മകനെ ഗുണ്ടകളയച്ച് ഭീഷണിപ്പെടുത്തും അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇതെങ്ങനെ ആവർത്തിച്ച ഇവിടെ പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് എന്റെ പുറകെ തെണ്ടി നടക്കുന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ, അവള് ഇരട്ട പ്രസവിക്കും. ഞാനതല്ല ഉദ്ദേശിച്ചത്. ചന്ദ്രേട്ടൻ അത് തന്നെ അത് ഉദ്ദേശിച്ചത്. നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ ഞങ്ങൾ വന്നത്. ചന്ദ്രേട്ടൻ വെറുമ്പാക്ക് പറയാറില്ല. ഇരട്ട പ്രസവിക്കും പറഞ്ഞാൽ പെറ്റിരിക്കും. ഇവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നീ വന്ന് വണ്ടി കയറി വന്ന് കേറ് വാ. സത്യത്തെ ഞാൻ അതല്ല ചന്ദ്രേട്ടൻ അത് തന്നെ ഉദ്ദേശിച്ചത്. ഗർഭരക്ഷ ഒരു സാമാന്യ മര്യാദയില്ല നിനക്ക്? ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇരട്ട പ്രസവിക്കുന്നൊക്കെ കുറച്ചു കൂടി പോയല്ലേ? പിന്നല്ലാതെ സിംഗിൾ മതിയായിരുന്നു. ഒറ്റ പ്രസവിക്കൂട്ടാ. നീ വണ്ടി കയറി. അവര് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ വന്നത്. ജയപാല, ഇത് കേരളമല്ല തമിഴ്നാടാണ്. ഒന്ന് ചോദിച്ചിട്ട് പോണതിൽ തെറ്റില്ല. നിർത്ത് 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 നിർത്ത്.
എടുക്ക് പുറകിലേക്ക്. എപ്പോഴും ചോദിച്ചിട്ട് പോകുന്നതാണ് അതിന്റെ ശരി. അണ്ണേ മദിരാശി 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 മദിരാശി. ഹലോ വഴിയോട് ചോദിച്ചത് മദിരാശിക്കുള്ള അന്ത ഊര് അണ്ണ എന്താ ഒന്ന് പറയുന്ന കേക്കുക. ഹലോ അണ്ണേ മദിരാശിക്ക് ഏത് വഴിയാ പോകേണ്ടത്? കേറ്. ഓ കുരിശായല്ല ചന്ദ്രേട്ടത്. അങ്ങനെ പറയല്ലേ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ വലിയ തെറ്റൊന്നുമില്ല. നീ വണ്ടി എടുക്കടാ. എന്തൊരു കഷ്ടമാണ്. ഹലോ 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 ഇங்க വാ. എവിടെ മദിരാശി? വണ്ടി കയറുന്ന ഇടം ഇരിക്കില്ല, അതുക്ക് അടുത്ത ജംഗ്ഷൻ தான் മദ്രാസി. ഓഹോ, എല്ലാരും കൂടി ചേർന്ന് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? നീതായ പട്ടി. ആര് പട്ടി? നീതാ. என்ன அங்க அறுத்து 2 நொங்கையா அறுத்துருவேன். போயா இங்க வந்து யாருகிட்ட வாங்க மாப்பிள்ளைகளா. എന്താ ചെയ്താൻ പറഞ്ഞു? അല്ല, ഈ മദിരാശി എന്ന് പറയുന്നത് നമ്മളാദ്യം കേറിയില്ലേ, അതിന്റെ അടുത്ത് തന്നെയായിരുന്നു. എന്തായിരുന്നു? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കണം. ഇങ്ങനെ സഹായിക്കുമ്പോ ഇതുപോലുള്ള പറ്റിപ്പും പറ്റും. ശങ്കരത്തിന് തന്നെ 2 നൊങ്ക് കേറി വണ്ടിയില്. 13/2012 പാറക്കുളങ്ങര ഗോവിന്ദപ്പണിക്കർ മകൻ സത്യനാഥൻ, സ്കൂൾ മാഷ്, 40 വയസ്സ്. സത്യനാഥൻ. അതെ, ഒരു ലേശം വഴി. ഓ, ന്യൂ ജനറേഷൻ. ഒരു ഓൾഡ് അങ്ങോട്ട് പൊക്കോട്ടെ. വായിക്കൂ. 2012 ഡിസംബർ 22 വെള്ളിയാഴ്ച രാത്രി പുതിയേടത്ത് സത്യനാഥൻ എന്ന ടീ പ്രതി അമിതമായി മദ്യപിച്ച് റോഡിലൂടെ നടക്കുകയും അശ്ലീല ഗാനങ്ങൾ ഉച്ചത്തിൽ പാടി വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുകയും ചെയ്തു. ടിയാൻ അധ്യാപകനാണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ ടിയാനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ടിയാൻ അവരോടും തട്ടിക്കയറുകയും രാത്രി നേരത്ത് വഴിയിൽ അരാജകാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ കുറ്റങ്ങൾ ചെയ്തതാണോ? മാഷ് ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾസ്. സ്കൂളിന്റെ പേരിൽ വിവേകമുണ്ട്, പക്ഷെ മാഷ്ക്ക് അതില്ലല്ലോ. ഏത് പാട്ടാ മാഷ് പാടിയത്? അത് കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് കൂലച്ചപ്പോൾ മുല്ലമലരമ്പ് കൊണ്ട് ചുണ്ടു ചുവന്നു. 3000 രൂപ പിഴ. കോടതി പിരിയുന്നത് വരെ പുറത്തു നിൽക്ക്. ഇവിടെ ഉണ്ടായിരുന്നു.